لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما. സ്വർഗ നിവാസിങ്ങൾക്ക് ഇക്കടെ ഏറ്റവും വലിയൊരു ശബ്ദമായിട്ട് അസ്സലാമു അലൈക്കും ചൊല്ലത് പരസ്പര സ്വർഗത്തില് ധാരാളമായിട്ടും കേൾക്കുന്നത് സാധ്യമായിട്ട് ഖുർആൻ സൂറത്തുൽ വാഖിയ ഞങ്ങളെ മുതൽ പഠിപ്പാട്ട്. ആ സലാമു ചൊല്ലതിരെ ധാരാളമായ മഹത്വമായിട്ട് പരിശുദ്ധ ഇസ്ലാം ഞങ്ങൾ പഠിപ്പാട്ടത്. ഹാനിബിന് സെയ്ദറിലാണ് ചൊല്ലു ഞാൻ ഓർക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട പോയ നബി തങ്ങളെ മുട്ട പോയിട്ട് ഞാൻ കേട്ടെ, യാ റസൂലല്ലാഹ് ദുല്ലനി അലാ അമലിൻ യുദ്ഖിൽനിൽ ജന്ന. നബിയെ നക്ക് നിങ്ങ ഒരു അമൽ പഠിപ്പാട്ടി തരണം, നക്ക് നിങ്ങ ഒരു അമൽ പഠിപ്പാട്ടി തരണം. എങ്ങനത്തെ അമൽ ചെന്നുണ്ടായെങ്കിൽ ആ അമല് നിന്റെ ജീവിതത്തിലാണ് ആദത്താക്കേണ്ടെങ്കിൽ മാത്രം നല്ലത് സ്വർഗത്ത് കിടക്കുന്നു. അങ്ങനത്തെ ഒരു അമല് നക്ക് നിങ്ങൾ പഠിപ്പാട്ടി തരണോ ചെന്നിട്ടു മഹാനായ ഹാനിബിന് സെയ്ദ് റളിയല്ലാഹു അൻഹു പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എടുത്തു. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നേ, ഹാനിയെ ഇന്ന മിൻ മൂജിബാത്തിൽ മഗ്ഫിറത്തി ബദ്ല സലാം. നിന്റെ മഗ്ഫിറത്ത്, നിന്റെ ദോഷത്തെ മാപ്പായി കിട്ടിയെങ്കിൽ നീ സ്വർഗത്ത് പോണ്ടേ. അപ്പൊ ദോഷത്തെ മാപ്പാക്കാൻ ഏറ്റവും വലിയൊരു കാരണമായിട്ട് സലാമു ചൊല്ലേ ചെന്നുണ്ടെങ്കിൽ സലാമു ചൊല്ലേ ചൊല്ലത് നിന്റെ തപ്പടെ മാപ്പാക്കുന്ന വലിയൊരു കാരണമായിട്ട് ആ കാരണത്തില നീക്ക് എത്ര നിക്ക് പരസ്പര സലാം ചൊല്ലണ അത്രയും നീ സലാം ചൊല്ലു എന്നുണ്ടെങ്കിലാ നിക്കത് സ്വർഗത്ത് പോണിക്ക് ഒരു കാരണാവൂ ചെന്നിട്ടായിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഭവ ഇമാം ത്വബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കി ഹദീസായിട്ട്. ഇനി അങ്ങനെ മക്കളിൽ നിങ്ങൾ ചുമ്മാ ആദത്താക്കണമുണ്ട്. ഇനിയിപ്പ സ്കൂൾക്ക് മക്ക പോകുമ്പോഴത്തേക്കു ഗുഡ് ബൈ ചെന്നിട്ടായിട്ട് പോണ്ടേ. ഗുഡ് ബൈ ചെന്നിട്ട് ഇങ്ങനെ യൂറോപ്യൻ കൾച്ചർ ആയിട്ട് ഞങ്ങളെ മക്കളുടെ ഞങ്ങൾ പഠിപ്പാട്ടുണ്ടായെങ്കിൽ അത് വിട്ടിട്ട് അത് അവോയ്ഡ് ആക്കിയിട്ട് മക്കള് സ്കൂൾ പോകുമ്പോഴത്തേക്കും സലാം ചെന്നിട്ട് പോണു പഠിപ്പാട്ടണോ. മക്ക സ്കൂൾ വിട്ട് ಬಂದ ಸಾತ್ ಕೌತು ನೂಲಂಬತ್ತುಗು ಮಕ್ಕಳಿಟ್ಟಿಗೆ ಸೊಲ್ಲಣು ನಿಂಗ ಬಲ್ತೆಗಾಲ್ വെച്ചിട്ട് നൂലണു നൂലമ്പത്തുക സലാം ചൊന്നു നൂലണു. ഇത് പഠിപ്പാട്ടണു. അതേപോലെ ഞങ്ങളും അതേപോലെ അവത്തെ സ്വർത്തുവിനായിട്ട് പുറത്തു പോകുമ്പത്തുകു പെഞ്ചായ മക്കളിട്ടുക സലാം ചൊന്നിട്ട് അവത്തെ ഭർത്താവണു. റിട്ടേൺ പോകുമ്പത്തും അതേപോലെ സലാം ചൊല്ലിട്ട് ഈ സലാമിടെ ഞങ്ങ എത്ര യാറാക്കിയാമ അത്രയും ഞങ്ങള് സ്വർഗത്തെ റൂട്ട് മുട്ടാവൂ ചെന്നിട്ടായിട്ട് ഹദീസ് ഇമാം ത്വബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കി. മാത്രല്ല നമുക്ക് ഒരു എടുത്തൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ചൊല്ലു, ഒരാള് ഒരു ചങ്ങായി നിങ്ങൾ കിട്ടിയണ്ടായ നിങ്ങൾ എന്താക്കണു, സലാം ചൊല്ലണു. എന്നിട്ട് അവൻ പോയിട്ട് തെല്ല അപ്പുറത്തിരത്തരെ തെല്ല അപ്പുറത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെയും അവന്റെ ഇടയിൽ ഒരു മറായിട്ടിക്കര് അഡ്ഡ അത്രമേ അല്ലണ്ടെങ്കിൽ ഒരു മതില് പിന്നെ ഒരു മതില് പോയിട്ട് അവൻ റിട്ടേൺ വന്ന ഒരു മതിൽ അഡ്ഡായിട്ടിക്കര്. ഉദാഹരണത്തിന് ഇപ്പൊ ഉൾഗത്തെ പള്ളിയിൽ പോയ ഭർത്തവല്ലി പോയവണു, ഉൾഗത്തെ പള്ളി ഡിസ്കരിച്ചിട്ട് ഭർത്തവല്ലിക്ക് പോയ പിന്നെ ഉൾഗത്ത് വന്ന അവൻ സലാം ചൊല്ലാ ചെന്നിട്ടായിട്ടിക്കല്. എത്ര ഡിസ്റ്റൻസ് എത്ര ഉള്ളേ, ഇത്ര ഉൾഗത്തെ പള്ളിയുടെ ഭർത്തവല്ലിക്ക് പോയ ഇടയിൽ ഒരു മതിൽ ഡിസ്റ്റൻസ് ആയിട്ടിക്കറുള്ളേ. എന്നിട്ടെങ്കിലും എഗെയിൻ സലാം ചൊല്ലേക്ക് ഒരു തൊന്തരമേ ഇല്ല. ആ സലാം ചൊല്ലിട്ട് ചെന്നിട്ടായിട്ടിക്കര് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയത്. മാത്രല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ചൊല്ലിയ ഒരു ഹദീസ് നോക്കണം. ഇമാം ബുഖാരി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസായിട്ട് നബി തങ്ങൾ ചൊല്ലുന്നു, ഒരാളും അവന്റെ ചങ്ങായിരട്ടിക 3 നാളിലേക്കാണ് യാർ അർസബിക്കും തീരാ ചെന്നിട്ടായിട്ട് നബി തങ്ങൾ ചൊല്ലുന്നത്. എന്നിട്ട് നബി തങ്ങൾ ചൊല്ലുന്നു 3 നാളിലേക്കാണ് യാർ അർസബിക്കും തീരാ. 3 നാളിലേക്കാണ് യാർ അർസബിച്ചിട്ട് കൊടുത്ത മരിച്ചുണ്ടായെങ്കിൽ അവൻ നരകത്ത് പോണ്ടേ ചെന്നിട്ടായിട്ട് നിബിതങ്ങ പഠിപ്പാട്ടി ഹദീസായിട്ട്. ആ നിബിതങ്ങ ചൊല്ലുന്നു, യൽതഖിയാനി ഫയഉരിദുഹാദ. ഈ 2 അർസാക്കി ആൾമാരും പരസ്പര കാണുമ്പത്തുക ഓണോന്റെ മുഖത്തിരിക്കറ അവനോന്റെ മുഖത്തിരിക്കറ അവന്റെ മുഖം നോക്കണ ഫേസ് നോക്കണ വേണ്ട ചെന്നിട്ടു എതിരെതിരെ കാണുമ്പത്തുക ഓണിപ്പറത്തിര അവനപ്പറത്തിര എന്ന് നിബിതങ്ങ ചൊല്ലുന്നതിന് തോന്നുന്നുണ്ട. ഇതെല്ലാം നല്ല ഉണ്ട് ബുദ്ധി. യഥാർത്ഥമായ ഒറിജിനാലിറ്റി ഉള്ള യഥാർത്ഥമായ ക്വാളിറ്റി ഉള്ള മുഅ്മിന്റെ ബുദ്ധി അതല്ല. വഖൈറുഹുമാ അല്ലദീ യബ്ദഉ ബിസ്സലാം. ഈ 2 ആൾമാരിൽ ക്വാളിറ്റി ഉള്ളവൻ ആർക്കൊണ്ടുണ്ട ആർ ഫസ്റ്റ് സലാം ചൊല്ലാണ അവനായിട്ട് നല്ല ക്വാളിറ്റി ഉള്ളവണു.
നല്ല ആള് അവನು ചൊന്നിട്ടായിട്ടിക്കര് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നബിയർസിന്റെ അർസാക്കല്ലേ പിന്നെ അവനെ മുണ്ടിട്ട് അവനെ മുണ്ട പണില്ല അവൻ മുണ്ടിട്ട് വേണമെങ്കിൽ നിനക്ക് ക്വാളിറ്റി ഇല്ല ചൊന്നിട്ടായിട്ടിക്കര് വിധന ചൊല്ലി നിന്റെ ഈമാൻ മസ്ബൂത്ത് ആയിട്ടില്ല ചൊന്നിട്ടായിട്ടിക്കര് സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി ആര് സലാമ് കൊണ്ടിട്ടു പിർസാവിടെ സലാമ് ചൊല്ലി പിർസാവിന് പോലെ ഒരു റൂട്ടായിട്ടിക്കര് സലാമ് ചൊന്നിട്ടാറ് തുടങ്ങാണ് ഇങ്ങ രണ്ടാലേറ്റവും നല്ലവണ്ണം അവന് ചൊന്നിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഇമാം ബുഖാരി തന്റെ സ്വഹീഹുൽ ബുഖാരിലും ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് മുസ്ലിമിലും ഈ വിഷയ രേഖപ്പെടുത്തി വെച്ചിട്ട് മാത്രല്ല ഇവിടെ സലാമിന് ചില നിയമങ്ങൾ ഇസ്ലാം പഠിപ്പാട്ട് കണ്ട് എല്ലാവർക്കും സലാം ചൊല്ലണമില്ലതല്ല സലാമു ചൊല്ലുണ്ടായെങ്കിലും സലാമു ചൊല്ലിയത് ഞങ്ങൾ ദോഷത്തെ മാപ്പാക്കുന്നു കാരണമായിട്ടിക്കര് വിർസത്തെ ആറാക്കുന്നു കാരണമായിട്ടിക്കര് എല്ലാം ആയിട്ടിക്കര് ആയെങ്കില ചില വിഷയം ശ്രദ്ധിക്കണം പെണ്ണുക്ക് സലാം ചൊല്ലാം ഞങ്ങളെ ഉമ്പക്ക് സലാം ചൊല്ലാം ഞങ്ങളെ പെങ്ങന്മാർക്ക് സലാം ചൊല്ലാം ആണിങ്ങ സലാം ചൊല്ലാം ഞങ്ങ ഒരു അന്യ ആണി ഒരു വയസ്സായ പെണ്ണിങ്ങ സലാം ചൊല്ലിക്ക് തൊന്തരില്ല അത് സുന്നത്തായിട്ടിക്കര് സലാം ചൊല്ലെങ്കിൽ മടക്കണം അതേ സന്ദർഭത്തില അന്യ പെണ്ണിങ്ങൾക്ക് സലാം ചൊല്ലുന്നതിന് വിധി എന്തിരെ അന്യ പെണ്ണിങ്ങൾക്ക് അന്യ ആൾമാർ ഉദാഹരണക്ക് ഞങ്ങളെ കസിൻസ്മാർ പിന്നെ ഒന്നില്ല ആരുണ്ട് ആറ് അതെ മൂത്തവിടെ മക്ക കുഞ്ഞാവിടെ മക്ക ഇതെല്ലാം കസിൻസ്മാർ യഥാർത്ഥത്തിൽ കസിൻസ്മാർ ചൊല്ലത് ഇപ്പൊ വലിയൊരു അപകടത്തിൽ എത്തിയിട്ടായിട്ടിക്കുള്ളത് ഇപ്പൊ എല്ലാം ഹലാല് ചൊല്ലി 6:30 കഴിഞ്ഞിട്ട് ഇണ്ടിപ്പെത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ കസിൻസ്മാർക്ക് സലാം ചൊല്ലാമ പെൺമക്കൾക്ക് ഞങ്ങൾ കസിൻ ആയിട്ടുള്ള പെൺമക്കുള്ളാറ് അല്ലെ പെൺമക്കൾ കസിൻമാർ ഇപ്പറയ്ക്കാറ് പരസ്പര സലാം ചൊല്ലത് ഹറാമായിട്ടിരിക്കുന്നത് പെൺമക്ക അങ്ങനെ കസിൻസ്മാർക്ക് സലാം ചൊല്ലത് ഹറാമായിട്ടിരിക്കുന്നത് ഞങ്ങളെ കസിൻ ആയിട്ടുള്ള പെൺമക്കൾക്ക് സലാം ചൊല്ലത് കറാഹത്തും കൂടിയായിട്ടിരിക്കുന്നത് അന്യ പെണ്ണിങ്ങക്ക് ആണിങ്ങ സലാം പറ ചൊല്ലതും കറാഹത്ത് അങ്ങനെ ആ പെണ്ണിങ്ങ സലാം ചൊല്ലിക്ക് മടക്കെടുത്തും കറാഹത്തായിട്ടിരിക്കുന്നത് അർത്ഥമായിട്ടില്ല ഞങ്ങ അന്യ പെണ്ണിങ്ങ നാച്ചൊന്നല്ലേ നിങ്ങൾ ഷോർട്ടായിട്ട് ഗുന്തവന് വേണ്ടിയിട്ട് നാച്ചൊന്നായിട്ട് കസിൻസ്മാർ വേറെ നിങ്ങൾ കൂട്ടിയായി തപ്പറ അപ്പുറത്തെ നിങ്ങൾ കൂട്ടിയായി കസിൻസ്മാരായ പെണ്ണിങ്ങക്ക് ആനായ ഒന്ന് സലാം ചൊല്ലതും കറാഹത്ത് അങ്ങനെ ആ പെണ്ണിങ്ങ ഞങ്ങൾ പറ സലാം ചൊല്ലി മടക്കുന്നതും കറാഹത്ത് അതേ സന്ദർഭത്തില കസീസ്മാരായിട്ടുള്ള പെണ്ണിങ്ങ ആനായ ഉനക്ക് സലാം ചൊല്ലതും ഹറാമു ആനായ ഉനക്ക് സലാം അപ്പുറം ചൊല്ലുണ്ടായി മടക്കുന്നതും ഹറാമായിട്ടിരിക്കോ അർത്ഥമായിട്ട് ചൊന്നത് ആണിങ്ങക്ക് ഇപ്പറ കറാഹത്തായെങ്കിൽ മടക്കുന്നതും കറാഹത്ത് സലാം ചൊല്ലതും കറാഹത്തായെങ്കിൽ പെണ്ണിങ്ങ ചൊല്ലുക പെണ്ണിങ്ങ സലാം ഇപ്പറ ചൊല്ലതും ഹറാമു ചൊന്നുണ്ടെങ്കിൽ മടക്കുന്നതും ഹറാമു രണ്ടും ഹറാമു ചൊന്നിട്ടായിട്ടിക്കര് പരിശുദ്ധ ഇസ്ലാം പഠിപ്പാട്ട് അമ്മൽ മുസ്തഹാത്തു ലൈസ മാഹ ഇംറാത്തുൻ ഉഖറ ഫയഹ്റമു അലൈഹ റദ്ദു സലാം സലാം ചൊല്ലുക ഹറാമു ചൊന്നിട്ടായിട്ടിക്കര് പെണ്ണിങ്ങരട്ടിക പരിശുദ്ധ ഇസ്ലാം പഠിപ്പാട്ട് ചിലവത്തുകു കോലിംഗ് ബെല്ലാക്കിയ സാത്തേക്ക് വന്നിട്ട് വസ്തു കണ്ടത് ഇസ്ലാം അലൈക്കും ചൊന്നിട്ടൊരു ചൊല്ലലുണ്ട് പെണ്ണിങ്ങ അങ്ങനെ മടക്കരുത കറാഹത്തായിട്ടിക്കര് മടക്കൊണ്ടുണ്ടെന്തോ ഇല്ല അല്ലണ്ടെങ്കിൽ ഒരു ഫോൺ എടുത്ത സാത്തേക്ക് ഞങ്ങൾ കസിൻസ്മാരായ പെണ്ണിങ്ങുമായിട്ട് അസ്ലാം അലൈക്കും ചൊല്ലേ മടക്കണ്ട മർമക്ക ചൊന്നുണ്ടെങ്കിൽ മക്കള് പിഞ്ഞമാർക്ക് പേര് അത് നിങ്ങൾ അന്യ പെൺമക്കളല്ല സ്വന്തം മക്കളെ പോലെ ആയിട്ടിക്കരുത് നിങ്ങൾ തൊട്ടുണ്ടെങ്കിലും മുതു പോകാത്ത പെൺമക്കായിട്ടിക്കരുത് അത് നിങ്ങളെ മക്കളെ സ്ഥാനത്തിലായിട്ടിക്കരുത് അങ്ങനെ സലാം ചൊന്നുണ്ടെങ്കിൽ മടക്കരയ്ക്ക് തൊന്തറില്ല അതേ സന്ദർഭത്തിൽ അന്യ പെണ്ണിങ്ങ ചൊന്നിട്ടിക്കരുത് നിങ്ങൾ തൊട്ടുണ്ടെങ്കിൽ ഉള്ളു കൊണ്ട് നിൽക്കരുത് അങ്ങനെ സലാം ചൊല്ലതായിട്ടിക്കരുത് വിഷയം ചെന്നാണ് അർത്ഥോടാ ഏന തൊട്ടുണ്ടായ ഉള്ളു കൊണ്ടു ഇല്ല ചൊല്ലത്തില്ല അന്യ പെണ്ണിങ്ങ ചൊന്നതായിട്ടിക്കരുത് തൊട്ടുണ്ടായ ഉള്ളു കൊണ്ടത് അതേസമയം ഒർത്തിക്കുമ്പോഴായിട്ടിക്കര ആ വിഷയമുണ്ട് ഇനി പെണ്ണിങ്ങ ഒരു കൂട്ടത്തിലായിട്ടിക്കര സലാം ചൊല്ലേ കൂട്ടത്തിൽ ചൊല്ലിക്കും അങ്ങ് ആ മടക്കെടുത്തും വ്യത്യാസമുണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഉദാഹരണം ഇപ്പൊ ഞങ്ങൾ ഒരു ഔത്തുക്ക് പോയ രണ്ടുപേർക്ക് പോവാം അവിടെ ഇക്കരാറ് മൂത്തോണ്ട് പിന്നെ ഇട്ടിക്കര അവിടെ ഇക്കര് ഡോർ ഓപ്പൺ ആക്കിയിട്ട അവര് പറ സലാം ചൊല്ലതും ഹറാമു ഞങ്ങൾ സലാം അപ്പുറം അവൾ മടക്കെടുത്തും ഹറാമായിട്ടിരിക്കുന്നത് ഇത് ഇസ്ലാമുടെ നിയമം ഇങ്ങനെ ആയിട്ടിരിക്കുന്നത് പുതിയതായിട്ടൊന്നും മാറി വിചാരിച്ചിട്ടണ്ട കിതാബിലുള്ള അങ്ങനെ അമ്മ മുസ്തഹാത്തുൻ ലൈസ മാഹ ഇംറാത്തുൻ ഉഖറ അപ്പ പെണ്ണ് അവള് മുസ്തഹാത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ
ഒരു അട്രാക്ഷൻ ആകുമ്പോഴത്തെ പെണ്ണും കൂടിയായിട്ടിരിക്കുന്ന അവരുടെ ധാരാളം പെണ്ണിങ്ങമേ ഇല്ല അവരുടെ മേലെ ഹറാമായിട്ടിരിക്കുന്ന റദ്ദു സലാമി അജ്നബിയൻ അജ്നബിയായ ഒരു ആളുടെ സലാം മടക്കൊടുത്തും അതേപോലെ സലാം തുടങ്ങൊടുത്തും രണ്ടും ഹറാമോ ചൊന്നിട്ടായിട്ടിരിക്കര് ഇസ്ലാം പരിശുദ്ധ ഇസ്ലാം ഞങ്ങളുടെ മുതൽ പഠിപ്പാട്ട് ആ മടക്കമില്ല കറാത്ത് മടക്കത് കറാത്തായിട്ടിരിക്കര് അതേ സന്ദർഭത്തില ഭർത്തൃ പെണ്ണിങ്ങ വയസ്സായ പെണ്ണിങ്ങ ആയിട്ടിരിക്കര് ஐமசலாம் சொத்து மடக்கா தொந்தரை இல்ல ஐமசலாம் சொல்ல தொந்தரை இல்ல அதே போல அதே சந்தர்ப்பத்துல பாலகர்த்தி பெண்மக்கள் செஞ்சிருந்தாங்க மடக்கு தீராஜ் வந்துட்டு ஆயிட்டு என்ன போன்ல 6 போனக்கு என்ன சில பெண்ணிங்க அதை ஆயிட்டு ஸ்டார்டிங் அஸ்ஸலாமு அலைக்கும் ஒரு சொல்லல ஆயிட்டு மடக்கொண்டு இல்ல அந்த യുപിയിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ 6 പോയിന്റെങ്കിലും സലാം ചൊല്ലിയത് ആരായിട്ടിരിക്കறாங்க സലാം ചൊല്ലുവാറ് അങ്ങനെ അവർ ഒത്തുക ನಾನು പോയിട്ടാ ഒത്തുക ആണിങ്ങ ഫസ്റ്റ് സലാം കൊടുത്തു പെഞ്ഞായി വന്ന് സലാം കൊടുത്തു പെഞ്ഞായി തന്റെ പെൺമക്ക ഉൾഗത്തിലെ പടി സലാം ചൊല്ലു സലാം അത് ആരും ചൊന്നിട്ടൊന്നും ഇല്ല എല്ലാവരുടെയും വന്ന് സലാം ചൊല്ലുവാൻ അതോടെ സമ്പ്രദായമായിട്ടിരിക്കും ഒരിക്കലും അത് തീരാ അപ്പൊ സലാം ഒരു നീതിയും നിയമം പരിശുദ്ധ ഇസ്ലാം പഠിപ്പാടിത്ത് അതായിട്ടിക്കര് കിതാബുൽ പഠിപ്പാട്ട് അങ്ങനായിട്ടിക്കര് അപ്പൊ സലാം ചൊല്ലുമ്പോഴത്തേക്കു അന്യ ആൺമക്കൾക്ക് സലാം അന്യ ആൾമാർക്ക് സലാം ചൊല്ലത് ആണിങ്ങ അപ്പുറം ചൊല്ലത് കറാത്തും അപ്പുറം ഇപ്പുറ പെണ്ണിങ്ങ ചൊന്നിട്ടായെങ്കിൽ മടക്കൊടുത്തും കറാത്തായിട്ടിക്കര് ഇനി സലാം ചൊല്ലുമ്പോഴത്തേക്കു എത്രത്തെ ശബ്ദത്തിൽ സലാം ചൊല്ലണം ചൊന്നിട്ടായിട്ടിക്കര് ഇത്തരമേ ഓണി സലാം മടക്കൊണ്ടൊന്നും ഇല്ല സലാം ചൊല്ലുമ്പോൾ എത്രത്തെ ശബ്ദത്തിൽ ചൊല്ലണം മടക്കുമ്പത്തും അതേപോലെ അവന് കേൾക്കും പോലെ മടക്കണം ചൊന്നിട്ടായിട്ടിക്കര് ഒരു സലാം ചൊന്നാ അത് മടക്കടേ ചൊല്ലില്ല മടക്കെതിരെ ഇത് പണ്ടില്ല ಅದಕ್ಕೆ അവ മടക്കൊടുത്തും സലാം മടക്കൊടുത്തും എന്താക്കണു അവന് കേൾക്കണു ചൊന്നിട്ടായിട്ടിക്കരു അപ്പ നിങ്ങൾ കേൾക്കുവാറ് അല്ലുസ്താദ് പുറത്ത് ഗാഡിൽ ഇങ്ങനെ പോയിട്ടുള്ള ഉസ്താദ് ഗാഡിൽ പോകണ്ടവನು അവൻ സലാം ചൊന്നിട്ടായെങ്കിൽ മടക്കത് ഉപ്പറത്ത് ഓടിയോട്ട് പോയിട്ട് സലാം മടക്കണാണ്ട് അല്ല അപ്പ തീരെ ആ സൗണ്ടിൽ സലാം മടക്കി മയ്യാവ് ചൊന്നിട്ടായിട്ടിക്കര് കിതാബിൽ ചൊല്ലു ഇൻഷാ അല്ലാഹ് അത് സംബന്ധമായിട്ട് ഇനിയും ധാരാളമായി വിഷയിക്കൂ ഡൗട്ട് ഇന്നുണ്ടെങ്കിൽ കേൾക്കണോ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള നാളെ ചെല്ലാൻ അതേ സലാം പിന്നെ ചൊന്നിട്ട് കടത്തരുത് ഇങ്ങനത്തെ കുറെ ധാരാളമായ വിഷയമായിട്ട് അത് സംബന്ധമായിട്ടുള്ളത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിന്റെ വിഷയം ധാരാളം അതുപോലെ അർത്ഥാക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് ആംഗലൊക്കെ ജീവിക്കണം അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹ്